Hello guys, welcome back to my YouTube channel Mali Blogger. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരനായ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വീഡിയോയിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓഡിയോയിലാണ്. വീഡിയോന്റെ ക്വാളിറ്റി അല്പം മോശമായിരുന്നാലും അതിന്റെ ഓഡിയോ ക്വാളിറ്റി നല്ല നിലവാരം പുലർത്തണം എന്നുള്ളത് യൂട്യൂബിനെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു വീഡിയോയുടെ ഓഡിയോ നല്ലതാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഒരു മൈക്ക് വാങ്ങുക എന്നുള്ളത് അത്രമാത്രം ഒരു എക്കണോമിക്കൽ ആയിരിക്കില്ല. അതായത് നല്ല ഒരു ബ്രാൻഡഡ് മൈക്ക്, നല്ലൊരു ബ്രാൻഡഡ് മീൻസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്ന ഒരു മൈക്കിന് തന്നെ ഏകദേശം 10,500 രൂപയോളം ചെലവ് വരുന്നതാണ്. അപ്പം ഫസ്റ്റ് ഒരു ഇനീഷ്യലി തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കി ഒരു മൈക്ക് വാങ്ങാൻ സാധിക്കാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരു മൈക്കിന്റെ സഹായം ഇല്ലാതെ എങ്ങനെ നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കാനാണ്. ഇത് നമ്മൾ റെക്കോർഡർ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഫോണിന്റെ ക്യാമറയിൽ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ട് വെച്ച് എങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റി വരുത്താം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് മൈക്കിന്റെ സഹായമില്ലാതെ ഡയറക്റ്റ് ഫോണിന്റെ സൗണ്ടിൽ നിന്നാണ്, ഫോണിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിൽ നിന്ന് ഉള്ള സൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്ന് വരുന്ന വോയിസ് ആണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ, ഞാൻ ആദ്യം ഇട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, ആദ്യം മൈക്കിന്റെ ഇതിൽ നിന്നുള്ള വീഡിയോ, മൈക്ക് അല്ല ഫോണിന്റെ ഇൻബിൽട്ട് മൈക്കാണെന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചെന്ന ആ ഒരു ഓഡിയോ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക്, കുറച്ച് അഡ്വാൻസും പോട്ടെ, കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി ഓഡിയോ, നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്ന ഒരു ഓഡിയോ ആയിട്ട് മാറ്റാനായിട്ട് പോവാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്ന ലാപ്പിലാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ മൈക്കിന്റെ ഓഡിയോ റെക്കോർഡ് ആകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് ഓഡാസിറ്റി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയറിന്റെ സഹായമില്ലാതെ, മൈക്കിന്റെ സഹായമില്ലാതെ നല്ല ബെറ്റർ ക്വാളിറ്റി ഓഡിയോ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കൈൻമാസ്റ്റർ എന്ന ഒരു ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ ഒരു ഓഡിയോ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ മോഡ്, നിങ്ങൾ സാധാരണ ഒരു ഫോണിൽ നിന്ന് വരുന്ന ഓഡിയോ നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഈ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു നോയ്സ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്നായിരിക്കണം. അതായത് വലിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഓഡിയോ മാക്സിമം റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉള്ളത്, വണ്ടികൾ പോകുന്നിടത്തൊക്കെ വെച്ച് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വളരെയധികം കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോയ്സ് ഒന്നും ഇല്ലാത്ത നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങൾ വീഡിയോ റെക്കോർഡ് നിങ്ങളുടെ ഫോണിൽ തന്നെ, ഫോണിന്റെ ഇൻബിൽട്ട് മൈക്രോഫോൺ അല്ലെങ്കിൽ ഇൻബിൽട്ട് ക്യാമറയിൽ തന്നെ ഓഡിയോ ക്വാളിറ്റി റെക്കോർഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓഡിയോ കൂട്ടാനായിട്ട് വരും. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓഡിയോ നമുക്ക് യാതൊരുവിധ എന്താ പറയാ മൈക്കിന്റെയോ അല്ലെങ്കിൽ ഇതേപോലത്തെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിന്റെയോ സഹായമില്ലാതെ ഒരു കുറച്ചുകൂടെ ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്ന കൈൻമാസ്റ്ററിലേക്കാണ്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഓഡിയോ എന്ന് പറഞ്ഞ കേൾപ്പിച്ചില്ലേ, ആ ഒരു ഓഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഓഡിയോ കൂട്ടുന്നതെന്ന് നോക്കാനായിട്ട് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഓഡിയോ കൂട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ഇവിടെ കാണാം, ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ നമ്മൾ ആ ഫോണിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്രോഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ഇവിടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നോക്കാം. കണ്ടോ, ആ ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ ആണ് നമ്മൾ കൂട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഈ ഒരു വീഡിയോയുടെ യഥാർത്ഥത്തിൽ ഓഡിയോ ക്വാളിറ്റി എന്തായിരുന്നു എന്ന്. അപ്പൊ ഇത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ, നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയോ ഇവിടെ എക്സ്ട്രാക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയും ഓഡിയോയും തമ്മിൽ 2 പാർട്ടായിട്ട് മാറി. ദെൻ ഈ ഒരു ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടുത്തെ ഈ ഒരു ഓഡിയോ നമുക്ക് 200% ആക്കുക. അതിനുശേഷം കുറച്ചും കൂടെ കണ്ടോ, നമ്മുടെ ഓഡിയോന്റെ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പൊ 2 വരും, 2 കണ്ടോ. അപ്പൊ കുറച്ചും കൂടെ നമ്മുടെ ഓഡിയോ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് മ്യൂസിക് കുറച്ച് എഫക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കിയിട്ടു. ദെൻ അപ്പം നോക്കിക്കഴിഞ്ഞാലും
കണ്ടോ, നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടും. ദെൻ ഇത് കുറച്ചും കൂടെയും കൂട്ടാനായിട്ട് ഒന്നുകൂടെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഒന്നുകൂടെയും കൂട്ടാനായിട്ട് ഒന്നുകൂടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് മൈക്കിന്റെ സഹായമില്ലാതെ ഡയറക്റ്റ് ഫോണിന്റെ സൗണ്ടിൽ. കണ്ടോ, ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഓഡിയോയിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ 4 ലെയർ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ഇതേപോലെ ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറെ അധികം ലെയേഴ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ എത്രമാത്രം ലെയറിൽ ആഡ് ചെയ്യാൻ പറ്റും കൈൻ മാസ്റ്ററിൽ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഗൈസ്, അപ്പൊ ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മളിപ്പം എഡിറ്റ് ചെയ്ത് ഞാൻ ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആ നേരത്തെ കണ്ട വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റിയും ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന ആ ഒരു വീഡിയോയുടെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടു. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഒരു വീഡിയോ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഓഡിയോ ഇംപ്രൂവ് ചെയ്ത ആ ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് മൈക്കിന്റെ സഹായമില്ലാതെ ഡയറക്റ്റ് ഫോണിന്റെ സൗണ്ടിൽ നിന്നാണ്, ഫോണിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിൽ നിന്ന് ഉള്ള സൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് മൈക്കിന്റെ സഹായമില്ലാതെ ഡയറക്റ്റ് ഫോണിന്റെ സൗണ്ടിൽ നിന്നാണ്, ഫോണിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിൽ നിന്ന് ഉള്ള സൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പം ആ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നല്ല രീതിയിൽ തന്നെ ഒരു ഓഡിയോ ഇംപ്രൂവ്മെന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഭവത്തിൽ കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് സഹിക്കേണ്ടതായിട്ട് വരും. അതായത് അധികം ലെയേഴ്സ് കൈൻ മാസ്റ്ററിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഓഡിയോ കൂട്ടിയതിന് ശേഷം ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് വീഡിയോയുടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ലെയേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം നല്ല രീതിയിലുള്ളൊരു ഓഡിയോ ഔട്ട്പുട്ട്, ഇപ്പം മൈക്കൊന്നും പെട്ടെന്ന് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റാത്തവർക്ക് നല്ല രീതിയിലൊരു ഓഡിയോ ഔട്ട്പുട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ അത്യാവശ്യം ആൾക്കാർ കാണുകയും റീച്ച് ആവുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ മൈക്കിൽ നിന്നുള്ള ഒരു ഓഡിയോ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള മൈക്കാണ്. അപ്പോൾ നമുക്ക് തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് പറ്റിയ 2 രീതിയിലുള്ള 2 മൈക്കുകൾ, അതായത് വ്ളോഗിങ് സെറ്റപ്പിന് പറ്റിയ മൈക്ക്, അതുപോലെ ഇരുന്ന് ചെയ്യുന്നവർക്ക് പറ്റിയ മൈക്കിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ എവിടെയെല്ലാം വരും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പം വീണ്ടും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ മലി വ്ളോഗർ signing off.